നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ പുണ്യമാസമായ കർക്കിടക മാസത്തിലെ നമ്മൾ ശ്രീരാമസ്വാമി ഭക്തിയോടെ ഈ പറയുന്ന മന്ത്രം ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹം ഏതാണോ അത് നമുക്ക് വേഗം സഫലീകരിക്കും. ഭഗവാന്റെ അനുഗ്രഹത്താൽ അത്രയും ശക്തിമത്തായൊരു മന്ത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഭക്തിപൂർവ്വം നിത്യവും ജപിക്കണം. നമ്മൾ രാമായണ മാസം എന്നാണ് ഈ കർക്കിടക മാസത്തെ അറിയപ്പെടുന്നത്. ഈ രാമായണ മാസത്തിൽ ശ്രീരാമസ്വാമിയെ നമ്മൾ ഭക്തിപൂർവ്വം ഭജിക്കണം. ഭക്തിപൂർവ്വം ഭജിച്ചാൽ നമുക്ക് അടുത്ത പുതുവർഷത്തേക്ക്, അതായത് ചിങ്ങമാസം പിറക്കുകയാണ്, പുതുവർഷമാണ്. ആ വർഷത്തേക്ക് നമുക്ക് വളരെയധികം എനർജറ്റിക്കായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് ഗായത്രി മന്ത്രമാണ്. ഇത് ശക്തിമത്തായ ഒരു ഗായത്രി മന്ത്രമാണ് ശ്രീരാമസ്വാമിയുടെ. ഇത് ജപിച്ചാൽ നമ്മുടെ ആഗ്രഹം വളരെ വേഗം സഫലീകരിക്കും. ഗായത്രി മന്ത്രം ജപിക്കുന്നവർ എപ്പോഴും ആ ഗായത്രി സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നതിലൂടെ നമുക്ക് ശ്രീരാമസ്വാമിയുടെ ഈ സംരക്ഷണം പൂർണ്ണമായിട്ടുണ്ടാകും. ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മുടെ ആഗ്രഹം വേഗം സഫലീകരിക്കുകയും ചെയ്യും. അതിന് ജപിക്കേണ്ട ഗായത്രി മന്ത്രം ഞാൻ പറഞ്ഞുതരാം. ഓം പീതാംബരായ വിദ്മഹേ ജഗന്നാഥായ ധീമഹി തന്നു രാമ പ്രചോദയാൻ. ഒന്നുകൂടെ പറയാം. ഓം പീതാംബരായ വിദ്മഹേ ജഗന്നാഥായ ധീമഹി തന്നു രാമ പ്രചോദയാൻ. ഈ ഗായത്രി മന്ത്രമാണ് നമ്മൾ ജപിക്കേണ്ടത് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കാൻ. നിങ്ങൾ അടുത്ത് ശ്രീരാമസ്വാമി ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് ആദ്യം ജപിക്കുക. അത് വ്യാഴാഴ്ച ദിവസമോ ബുധനാഴ്ച ദിവസമോ ഏത് ദിവസമായാലും കുഴപ്പമില്ല. നിങ്ങൾ ഭക്തിയോടുകൂടി നിത്യവും, ആ ബുധനാഴ്ച ആണെങ്കിൽ ബുധഹോര സമയത്ത് പോകണം, വ്യാഴാഴ്ചയാണെങ്കിൽ വ്യാഴഹോര സമയത്ത് പോയി തൊഴണം. അവിടെ ഇരുന്ന് ആദ്യം ജപിക്കുക. കഴിയുമെങ്കിൽ ക്ഷേത്രം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിരിക്കണം. അവിടെ പോയി ഈ പറഞ്ഞ മന്ത്രം ജപിക്കാൻ തുടങ്ങണം. പിന്നീട് വീട്ടിൽ വന്ന് ജപിക്കുക. അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു നിലവിളക്ക് നല്ലപോലെ കഴുകി മിനുക്കി നല്ല പ്രഭയോടുകൂടി നിൽക്കുന്ന ഒരു നിലവിളക്ക് വേണം. അതിൽ എള്ളെണ്ണയോ നെയ്യോ ഒഴിക്കണം. എന്നിട്ട് 2 തിരി കിഴക്കോട്ടും 2 തിരി പടിഞ്ഞാറോട്ടും ഇട്ട് നിലവിളക്ക് കൊളുത്തിയിട്ട് നിങ്ങൾ ശ്രീരാമസ്വാമിയുടെ ചിത്രം, പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ആ ചിത്രം വെച്ച് പൂ കൊണ്ട് അലങ്കരിച്ചിട്ട് നിങ്ങൾ ഒരു പീഠത്തിൽ ഇരിക്കണം. അല്ലെങ്കിൽ കമ്പിളി വസ്ത്രം ഉണ്ടെങ്കിൽ കമ്പിളി വസ്ത്രം, പട്ടുവസ്ത്രം ഉണ്ടെങ്കിൽ പട്ടുവസ്ത്രം, പുൽപ്പായ ഉണ്ടെങ്കിൽ പുൽപ്പ, നിങ്ങൾക്ക് എന്താണോ പീഠമായിട്ട് ലഭിക്കുന്നത് അത് നിങ്ങൾ അതിന്മേൽ ഇരുന്ന് വേണം ഈ ഗായത്രി മന്ത്രം ജപിക്കാൻ. ഈ ഗായത്രി മന്ത്രം നിത്യവും രാവിലെ 108 തവണ ജപിക്കാം, വൈകിട്ടും 108 തവണ ജപിക്കാം. ഇത് ജപിക്കുന്നതോടെ നമ്മുടെ ആഗ്രഹം വേഗം സഫലീകരിക്കും. അത്ര ശക്തിമത്തായ ഒരു ഗായത്രി മന്ത്രമാണിത്. അപ്പോൾ നിങ്ങൾ ഭക്തിപൂർവ്വം ജപിക്കണം. എല്ലാവിധ അനുഗ്രഹവും ശ്രീരാമസ്വാമിയുടെ ഉണ്ടാകുക തന്നെ ചെയ്യും. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യവും സമൃദ്ധിയും സമാധാനവും ഈ ഗായത്രി മന്ത്ര ജപത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകും. ഇത് അനുഭവമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്കായി ഇവിടെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. ഭക്തിപൂർവ്വം നിങ്ങൾ മുടങ്ങാതെ ജപിക്കുക. ഇത് ജപിച്ചാലുള്ള ഫലം നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അതാണ് നിങ്ങളിന്ന് രേഖപ്പെടുത്തിയാൽ എനിക്ക് അത് പിന്നീട് അത് മാറ്റി നല്ല രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.